അങ്ങനെയാണ് ഞാൻ ചോദിച്ച ട്രെയിനേഴ്സിനോട് സിലബസ് എന്താണ്? ഓൾറെഡി ഐ എക്സ്പ്ലെയിൻഡ്. ഐ സ്റ്റേജ്, വി സ്റ്റേജ്. വി സ്റ്റേജ് മീൻസ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ട്നേഴ്സ്. ഐ സ്റ്റേജ് എന്താ പറഞ്ഞേ? ഐ സ്റ്റേജ് മീൻസ് സ്വയം മനസ്സിലാക്കുക. ആ. വി സ്റ്റേജ് മീൻസ് പങ്കാളിയാകുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലാക്കാം. ആ. ഇത് കൂടാതെ ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കിയിട്ട് മക്കളെ, മാതാപിതാക്കളെ, മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കി ഫെയ്ത്ത് എലമെന്റ് ഉണ്ടെങ്കിൽ അത് ദൃഢമായിട്ടുള്ള ഒരു നല്ല ഈ വളർച്ചാ കാലഘട്ടങ്ങളിൽ പ്രോപ്പർ അല്ലാത്ത വ്യക്തിത്വങ്ങൾ വളർന്നു വന്ന മസ്തിഷ്കത്തിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരെയാണോ നിങ്ങൾ പ്രോപ്പർ ആവാൻ വേണ്ടി ഗൈഡ് ലൈൻസ് കൊടുക്കുന്നേ? പറഞ്ഞതുപോലെ കൗൺസിലിംഗ് കൊണ്ട് അങ്ങനെയല്ല. എന്താണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറയാം. കൗൺസിലിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ കോടതിയിൽ കൗൺസിലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഈ എത്ര മാരേജ് ഡിസ്പ്യൂട്ട് ആണ് റിയൂണിയൻ നടന്നിട്ടുള്ളത്? ഒരൊറ്റ ഒന്ന് പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. റിയൂണിയൻ നടന്ന മാരേജ് ഫെയിലിയർ ആണ്. അത് തെറ്റാണ് പറഞ്ഞത്. അട്ടർ ഫെയിലിയർ ആണ്. അത് തെറ്റാണ്. കുടുംബ കോടതിയിൽ റോങ് ആണ്. പ്രിൻസിപ്പൽ കൗൺസിലേഴ്സ് കുടുംബ കോടതിയിലുണ്ട്. അവരുടെ ഫാക്കൽറ്റിയാണ് ഞാൻ. ഞാൻ പറഞ്ഞു തരാം. Lot of counsels are there. ഞാൻ പറയട്ടെ, എനിക്ക് റെഫർ ചെയ്യുന്നതാണ്. As a lawyer, I am not satisfied with counseling in the family court. എന്റെ അടുത്ത് അവർ കേസസ് റെഫർ ചെയ്ത് വിടാറുണ്ട്. കൗൺസിലിംഗ് ആണ് മാഡം. എന്നിട്ട് എത്രയോ പേര് ശരിയായി പോയിട്ടുണ്ട്. അത് ഞാൻ 22 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റ് ആണ്. എന്നൊരവസ്ഥയിൽ പിന്നെ ഗാർഹിക പീഡനം ഒന്നുമില്ല. പിന്നെ കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു സർ. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. നമുക്ക് 100% എന്ന് ഒന്നിനും പറയാൻ പറ്റത്തില്ല. അത് ട്രെയിനിങ് ഉണ്ടെങ്കിലും ട്രെയിനിങ് ഇല്ലെങ്കിലും 100% ഒന്നിനും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എത്രയോ പേര് പ്രിൻസിപ്പൽ കൗൺസിലേഴ്സ് എന്റെ അടുത്ത് റെഫർ ചെയ്തിട്ട് നേരാവണ്ണം പോകുന്നുണ്ട്. സ്റ്റിൽ അവർ എന്റെ ഫോളോ അപ്പിലാണ്.